ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ദുഃഖ വെള്ളിയാഴ്ച. ഈശ്വനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ അന്ത്യമൊഴികളാണ് നമ്മൾ ഇന്ന് വിചിന്തനത്തിനായിട്ട് സ്വീകരിക്കുന്നത്. കുരിശിൽ നിന്നുള്ള സപ്തവാക്യങ്ങളെന്ന് പറഞ്ഞൊരു അധ്യായമായിട്ട് നമുക്ക് ക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന് പറയപ്പെടുന്ന ലൈഫ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയപ്പെടുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ഷീന്റെ മനോഹരമായ പുസ്തകത്തിനകത്ത് ഒരു അധ്യായമുണ്ട്. ആദ്യത്തെ പ്രസംഗം, മലയിലെ പ്രസംഗത്തിൽ 8 കാര്യങ്ങൾ ഈശോ പറയുന്ന അഷ്ടസൗഭാഗ്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അതുപോലെ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 7 വാക്യങ്ങളാണ് ഇവിടെ വിചിന്തനത്തിനായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത്. ഒറ്റ സുവിശേഷത്തിൽ ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞിരിക്കുന്ന 7 വാക്യങ്ങളല്ല, നമ്മൾ അതിങ്ങനെ അടർത്തിയെടുത്തിരിക്കുന്ന വാക്യങ്ങളാണ്. നമ്മൾ ഓരോ വാക്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശോ അവസാനമായി നമ്മളോട് ആവശ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്നും സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ വാക്യമായിട്ട് പറയപ്പെടുന്നത് ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 34-ാം വാക്യം, 2, 3, 3, 4. 23-ാം അധ്യായം 34-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവൻ അറിയുന്നില്ല. അവന്റെ അറിവില്ലായ്മയാണ്, അജ്ഞതയാണ് പാപത്തിന്റെ ആദ്യ കാരണം. പല കാരണങ്ങളും പറയാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് അജ്ഞതയാണ്. എന്തിന്റെ അജ്ഞത എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ ഈശോയുടെ ആ പീഡാസഹന യാത്രയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പത്രോസ് ഈശോയെ തള്ളിപ്പറയുന്ന സംഭവം നമ്മൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലെ 70, 72, 74 വാക്യങ്ങളായിട്ട് നമ്മൾ വായിക്കും. 3 തവണ പത്രോസ് തള്ളിപ്പറയുക. 3 തവണ പത്രോസ് തള്ളിപ്പറയുമ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്: നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അവനെ അറിയത്തത് പോലുമില്ല, എനിക്ക് അവനെ അറിവില്ല. അറിയില്ല എന്ന് പറയുന്നൊരു കാര്യം പത്രോസ് എടുത്തു പറയുക. എന്തറിയില്ല എന്ന് ചോദിച്ചാൽ യേശുവിനെ അറിയില്ല. സത്യത്തിൽ യേശുവിനെ തള്ളിപ്പറയാൻ വേണ്ടി പത്രോസ് ഉപയോഗിച്ച വാക്യം പത്രോസിന്റെ സ്ഥിതി വ്യക്തമാക്കുന്ന ഒരു സത്യവാക്യമായിരുന്നു. സത്യത്തിൽ പത്രോസിന് ഈശോയെ അറിഞ്ഞുകൂടാ. നമ്മൾ ഓർക്കണം, പത്രോസ് ഈശോയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിക്കും. ഈശോയെ കുറിച്ച് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ പറയുന്നൊരു വാക്യമുണ്ട്: പത്രോസെ, മാംസരക്തങ്ങളല്ല, ശിമോനെ, മാംസരക്തങ്ങളല്ല നിന്നെ കൊണ്ട് ഇത് പറയിച്ചത്, നിന്റെ സ്വർഗസ്വനായ പിതാവാണ് നിന്നെ കൊണ്ട് ഇത് പറയിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ പത്രോസിന് യഥാർത്ഥത്തിൽ കൃത്യമായ ബോധ്യമില്ല. പിതാവായ ദൈവം നൽകുന്നുണ്ടെങ്കിൽ ആ ബോധ്യം ഉണ്ട് താനും. ഇവിടെ ഈശോയുടെ സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് പത്രോസിന് അറിഞ്ഞുകൂടാ. ഇതാണ് അറിവില്ലായ്മ. ഈ അറിവില്ലായ്മ എന്ന് പറയുന്നതാണ്. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇത് തന്നെയാണ്: പിതാവേ, ഇവർ ചെയ്യുന്നതാണ് ഇവരെ അറിയുന്നില്ല. അതായത് എനിക്ക് ഇവരോടുള്ള സ്നേഹം, പിതാവായ ദൈവമേ, നിനക്ക് ഇവരോടുള്ള സ്നേഹം ഇവരെ അറിയുന്നില്ല, അതുകൊണ്ടാണ് ഇവർ ഈ പാപം ചെയ്യുന്നത്. അപ്പൊ ദൈവസ്നേഹത്തിന്റെ ആഴം അറിയാത്തവരാണ് പാപത്തിലേക്ക് പോവുക. ദൈവസ്നേഹത്തിന്റെ ആഴം അറിയുന്നതിന് ആനുപാതികമായി പാപത്തിൽ നിന്നും അകലുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണാൻ സാധിക്കും. ദൈവസ്നേഹത്തിന്റെ ആഴം ഒട്ടും അറിവില്ലെങ്കിൽ നമ്മൾ വലിയ പാപിയായി ജീവിക്കുന്നു. കുറെ കൂടി നമുക്ക് അറിവുണ്ട്, സ്നേഹത്തിന്റെ ആഴം അറിയാമെങ്കിൽ നമ്മൾ അത്രത്തോളം പാപത്തെ ഒഴിവാക്കുന്നു. സമ്പൂർണ്ണ അഗാധമായ സ്നേഹത്തിന്റെ ആ ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തുന്ന ഒരാൾക്ക് പാപത്തെ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. 2-ാമത്തെ വാക്യം, ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. നല്ല കള്ളനോട് പറയുന്ന വാക്യമാണ്. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഈശോയും 2 കള്ളന്മാരുമാണ് കുരിശിലേറ്റപ്പെട്ടത്. എന്നാൽ കുരിശിലേറ്റപ്പെടാതെ രക്ഷപ്പെട്ട ഒരാളുണ്ട്. അയാളുടെ പേര് ബറാബാസ് എന്നാണ്. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് പല വിചിന്തനങ്ങളിലും ഒക്കെ അത് ആവർത്തിച്ച് കാണുന്നുണ്ട്. എന്താണ് ബർ അബ്ബാസ് എന്ന വാക്കിന്റെ അർത്ഥം? ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ എന്നാണ്, അബ്ബ എന്നാൽ ഫാദർ എന്നുമാണ്. നമ്മൾ ഈ ബർ ചേർത്ത് ഒരുപാട് വാക്കുകളുണ്ട്. ബർത്തമിയോസ്, തിമിയോസിന്റെ പുത്രൻ. ബർ യോനയുടെ പുത്രൻ, പത്രോസിനെ വിളിക്കുന്ന പേരാണ്. ബർട്ടലോമിയ, ടോളമിയുടെ പുത്രൻ. അങ്ങനെ ബർ എന്ന് ചേർക്കുമ്പോൾ അത് സൺ ഓഫ് എന്നാണ് അർത്ഥം. സൺ ഓഫ് അബ്ബ, ഫാദർ, സൺ ഓഫ് ഫാദർ, അപ്പന്റെ മകൻ, പിതാവിന്റെ മകൻ. യഥാർത്ഥത്തില് ബറാബാസിന്റെ വിഷയം ഇങ്ങനെ നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ ബറാബാസ് എന്ന് പറയപ്പെടുന്ന പേര് മാത്രമേ അയാൾക്കുള്ളൂ, പക്ഷെ അയാൾ ഡ്യൂപ്ലിക്കേറ്റാണ്. യഥാർത്ഥത്തിൽ പിതാവായ ദൈവത്തിന്റെ മകൻ ഈശോയാണ്. ബർ അബ്ബാസ് എന്ന വാക്കിന് അർഹൻ ഈശോയാണ്. പക്ഷെ ഈശോയുടെ ഡ്യൂപ്ലിക്കേറ്റിനെയാണ് ജനങ്ങൾ വേണ്ടത്. അപ്പോ ഈശോയെ അല്ല വേണ്ടത്, ഈശോയുടെ ഡ്യൂപ്ലിക്കേറ്റിനെയാണ് എപ്പോഴും ജനങ്ങൾക്ക് ആവശ്യം. അതായത് ഈശോ നൽകുന്ന
അനുഗ്രഹങ്ങൾ, ഭൗതികമായ അനുഗ്രഹങ്ങളാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത്. അതിനെയാണ് ജനത്തിന് ആവശ്യം. പക്ഷേ ഈശോ നൽകുന്ന രക്ഷയാണ് യഥാർത്ഥ വിശ്വാസിക്ക് ആവശ്യം. നമ്മളിവിടെ ഈ വാക്യം പറയുന്നത് നല്ല കള്ളനോടാ, സത്യമായി നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. കാരണം അവനൊരു വാക്യം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വാക്യം ഇതാണ്: നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ ആ യഥാർത്ഥ കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചോദിക്കുകയും ചെയ്യുക. അവൻ ഒറിജിനൽ ഈശോയെ തിരക്കുക, അവൻ ഡ്യൂപ്ലിക്കേറ്റ് ഈശോയെ തിരക്കുകയല്ല. അപ്പൊ അവൻ ആ അനുഗ്രഹം കർത്താവ് കൊടുക്കുകയാണ്: നീ നിശ്ചയമായും എന്നോടുകൂടെ പറുദീസയിലായിരിക്കും എന്ന് ഈശോ ഉറപ്പ് നൽകുക. അപ്പൊ കരുണയ്ക്ക് വേണ്ടിയുള്ള യാചന, ഈശോയുടെ സ്നേഹത്തിന് വേണ്ടിയുള്ള യാചന നമ്മളിൽ നിന്നും ഉണ്ടാവണം. ഇതാണ് രണ്ടാമത്തെ പാഠം. ഒന്ന്, യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയാൻ ശ്രമിക്കണം. രണ്ട്, ഈശോയുടെ ആ കരുണയ്ക്ക് വേണ്ടി നമ്മൾ അതിയായി ആഗ്രഹിക്കണം. മൂന്നാമത്തെ വാക്യം പറയുന്നത് ഈ പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഈശോ സ്നേഹിച്ച ശിഷ്യൻ അടുത്ത് നിൽക്കുന്നത് കണ്ടു, മറിയവും അടുത്ത് നിൽക്കുന്നത് കണ്ടു. ഈശോ ശിഷ്യനോട് പറയുകയാണ്: ഇതാ നിന്റെ അമ്മ. എന്നിട്ട് മറിയത്തോട് പറഞ്ഞു: ഇതാ നിന്റെ മകൻ. എന്നിട്ട് അതിന്റെ 19-ാം അധ്യായം 24-ാം വാക്യം 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: അപ്പോൾ മുതൽ അവൻ അവളെ അവന്റെ ഭവനത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയെ നമ്മളുടെ കൂടെ കൂട്ടണം, നമ്മളോടൊപ്പം വസിക്കാൻ നമ്മുടെ കൂടെ കൂട്ടണം. അതാണ് രക്ഷയ്ക്കുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട വഴി. യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുക, കരുണയ്ക്ക് വേണ്ടി യാചിക്കുക, മറിയത്തെ കൂടെ കൂട്ടുക. നാലാമത്തെ വാക്യം മർക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 34-ാം വാക്യം: ഏലോയ് ഏലോയ് ലാമ സബക്താനി, എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. ഇതൊരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 22. നമുക്ക് 23-ാം സങ്കീർത്തനം വലിയ പരിചയമുള്ള സങ്കീർത്തനമാണ്. അത് തൊട്ട് നമ്മൾ 22-ാം സങ്കീർത്തനം 1 തൊട്ട് 31 വരെയുള്ള വാക്യങ്ങളാണുള്ളത്. ആ സങ്കീർത്തനം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 1ഉം 2ഉം വാക്യങ്ങൾ മാത്രമേ ഈ നിരാശയുടെ വാക്യങ്ങളായിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 3 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വിജയത്തിന്റെ വാക്യങ്ങളാണ്. ദൈവം വിജയം നൽകി, ദൈവത്തിന്റെ മഹത്വം, ഇതൊക്കെ പറയുന്ന വാക്യങ്ങളാണ്. അപ്പൊ അതിനർത്ഥം ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ 2 വരിയിൽ ആദ്യത്തെ വരി മാത്രമാണ് ജനം കേട്ടത്, അതാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ആ 2 വരി നിരാശയുടേതാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് കഴിഞ്ഞ് വിജയത്തിന്റെ വരികളാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. അതായത് ദൈവത്തിൽ സമ്പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ദൈവം വിജയം നൽകും എന്ന് ഉറപ്പുള്ള പ്രാർത്ഥന നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതാണ് 4-ാമത്തെ പാഠം എന്ന് പറയപ്പെടുന്നത്. ദൈവം വിജയം നൽകും എന്ന് ഉറപ്പുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. 5-ാമത്തെ വാക്യം യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 28-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അനന്തരം എല്ലാം നിറവേറി കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടി യേശു പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ഐ തേഴ്സ്റ്റ്. നമുക്ക് ഇതിനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് മദർ തെരേസയായിട്ട് ബന്ധപ്പെട്ട ഈ ഐ തേഴ്സ്റ്റ് എന്ന് പറയപ്പെടുന്ന ബൈബിൾ വാക്യത്തോട് ഒരു സ്പെഷ്യൽ ഡിവോഷൻ ഉണ്ടായിരുന്ന വ്യക്തിയാണ് മദർ തെരേസ. അതുകൊണ്ട് തന്നെ മദർ തെരേസയുടെ ജീവിത കാര്യങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, എവിടെയെല്ലാം മദർ തെരേസയുടെ കോൺവെന്റുകളുണ്ടോ ആ കോൺവെന്റിലെ ചാപ്പലിൽ കുരിശിനോട് ചേർത്ത് ഐ തേഴ്സ്റ്റ് എന്ന് എഴുതി വെക്കുക. അത് നമ്മൾ എവിടെ മദർ തെരേസയുടെ കോൺവെന്റിൽ ചെന്നാലും ആ ചാപ്പലിൽ കയറി ഇത് കാണാൻ സാധിക്കും. അതായത് നിന്റെ സ്നേഹം നിന്റെ സ്നേഹത്തിനായി ഞാൻ ദാഹിക്കുന്നു എന്ന വാക്യം. അപ്പോൾ അതായത് പറയുന്നത് വെച്ചാൽ മദർ തെരേസയാണ് ഇത് നമുക്ക് പകർന്നു നൽകുന്നത്, അല്ലെ ഇത് പഠിപ്പിക്കുന്നത്. മദർ തെരേസ ഈശോയുടെ ദാഹം തിരിച്ചറിഞ്ഞത് അത്യാവശ്യക്കാരനായ സഹായവും സ്നേഹവും പരിഗണനയും പരിചരണവും ഒക്കെ ആവശ്യമായിട്ടുള്ള മനുഷ്യരിലാണ് ഈശോ ദാഹിക്കുന്നതെന്ന് കണ്ടുമുട്ടിയത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു ഫിസിക്കൽ ദാഹത്തെ കുറിച്ചല്ല പറയുന്നത്, പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയുള്ള ദാഹമാണ്. പക്ഷെ പ്രവചനം പൂർത്തിയാകാനുള്ള ദാഹം എന്ന് പറയുമ്പോഴും ഇത് സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം, അതുപോലെ തന്നെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം. ഈ സഹായിക്കുന്നവന്റെ ആത്മാവിന് വേണ്ടിയും സഹായിക്കപ്പെടുന്നവനിലൂടെ അവന് കിട്ടേണ്ട പരിഗണനയുടെ ദാഹവുമായും ഒക്കെ ഈശോ സ്വയം അവതരിപ്പിക്കുകയാണ്. ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുക. കരുണയുള്ളവരായി ജീവിക്കുക, ഇതാണ് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ചുറ്റുപാടുമുള്ള മനുഷ്യരെ തിരിച്ചറിഞ്ഞ് കരുണയുള്ളവരായി ജീവിക്കാൻ സാധിക്കുക. 6-ാമത്തെ വാക്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 30-ാം വാക്യമാണ്. ആ വാക്യം എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന വാക്യം, ഇറ്റ്സ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. തെത്തെല്ലിസ്തായി എന്നാണ് ഗ്രീക്ക് വാക്ക്, തെത്തെല്ലിസ്തായി. ഈ തെത്തെല്ലിസ്തായി എന്ന് പറയപ്പെടുന്ന ഹെബ്രായ വാക്ക്, ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് 3 തരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഞാൻ എല്ലാ കടവും വീട്ടിയിരിക്കുന്നു. മക്കളെ, നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കടം മൊത്തം ഞാൻ എൻ്റെ രക്തം കൊണ്ട് വീട്ടിയിട്ടുണ്ട്. 2-ാമത്തെ അർത്ഥം ഒരു യുദ്ധവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താണ് പറയുന്നത്, ബാറ്റിൽ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. തെത്തെല്ലിസ്തായി, ഞാൻ സകല ശക്തികളെയും പരാജയപ്പെടുത്തി വിജയം കൈവരിച്ചിരിക്കുന്നു, വിജയത്തിന്റെ പൂർണ്ണത. ഇതാണ് 2-ാമത്തെ അർത്ഥം. 3-ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ എല്ലാ പേയ്മെന്റും നടത്തിയിരിക്കുന്നു.
ഒരു സാധനം വാങ്ങിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ടൊന്നും അല്ല, മൊത്തം പേയ്മെന്റ് നടത്തിയിരിക്കുന്നു. അതിന് പറയുന്ന വാക്കുകൂടിയായിരുന്നു തെല്ലിസ്തായി. അതായത് നിനക്ക് വേണ്ട സകല സ്നേഹവും ഞാൻ പേ ചെയ്തിരിക്കുന്നു, ഞാൻ പങ്കുവച്ചിരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ അർത്ഥം. അപ്പോൾ നിന്റെ സകല കടവും ഞാൻ വീട്ടിരിക്കുന്നു, നിനക്ക് വേണ്ടി ഞാൻ നടത്തിയ പോരാട്ടങ്ങളിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു, നീയും വിജയിച്ചിരിക്കുന്നു. 3, നിനക്ക് സകല സ്നേഹവും ഞാൻ തന്നിരിക്കുന്നു. പേയ്മെന്റ്, ടോട്ടൽ പേയ്മെന്റ്. അങ്ങനെ 3 അർത്ഥം നമുക്ക് ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈശോ പറയാണ് തെല്ലിസ്തായി, എല്ലാം പൂർത്തിയായിരിക്കും എന്ന് പറയുമ്പോൾ ഈ 3 അർത്ഥം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മോട്ടിവേറ്റീവ് വാക്കാണ് തെല്ലിസ്തായി. അതായത് ഒരു കടവും വെച്ചോണ്ടിരിക്കരുത്. അത് നമ്മുടെ പൈസയുടെ കടത്തിന്റെ കാര്യം മാത്രമല്ല, എല്ലാ കടങ്ങളും തീർക്കണം, എല്ലാ തിന്മയ്ക്കെതിരെയുള്ള യുദ്ധങ്ങളും ജയിക്കണം, എല്ലാ സ്നേഹവും നീ പങ്കുവയ്ക്കണം. എന്താണ് ഈ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നത്? നീതിയാണ്. എല്ലാ കടവും തീർക്കണം, നീതി. എല്ലാ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ വിജയം കൈവരിക്കണം, നീതി. എല്ലാ സ്നേഹവും നീ പകർന്നു നൽകണം, നീതിയാണ് കാണാൻ സാധിക്കുക. ഇനി നമ്മള് ആ മോട്ടിവേറ്റീവ് വാക്കാണ് ഈശോയെ തെല്ലിസ്തായി എന്ന് പറയുന്ന വാക്ക്. 7ാമത്തെ വാക്യം ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 46-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇതും ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 31:5 ഈ വാക്യം. 24 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യമാണ് ഈ വാക്യം. ഇത് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ സങ്കീർത്തനമാണ്. യഹൂദർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ 5 വാക്യങ്ങൾ ചൊല്ലുവാരെന്നാണ് പറയപ്പെടുന്നത്. ഈ 5ാമത്തെ വാക്യം ഉറക്കെ ചൊല്ലിട്ട് ഈശോ മരിക്കുക. അപ്പൊ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഈ സങ്കീർത്തനം 5 വാക്യങ്ങൾ ചൊല്ലുവാരെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മരണത്തിന് പ്രിപ്പറേഷനായിട്ട് ഈ വാക്യം ഈ സങ്കീർത്തനം ചൊല്ലിയിരുന്ന ആളുകളുണ്ട്. അത് പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നും കൂടി നമ്മളെ ഓർപ്പിക്കുകയാണ്. സമ്പൂർണ്ണ സമർപ്പണം പ്രഖ്യാപിക്കുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് കൂടിയുള്ള ഓർമ്മപ്പെടുത്തലായത്. നമ്മൾ ഒന്നുകൂടെ കാണുകയാണെങ്കിൽ 1ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവരുടെ അറിവില്ലായ്മയാണ് അവരോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ ആഴം അറിയാൻ നമ്മൾ ശ്രമിക്കുക. 2ാമത്തേത് കരുണയ്ക്ക് വേണ്ടി യാചിക്കുക. 3ാമത്തേത് പരിശുദ്ധ അമ്മയെ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുക. 4ാമത്തേത് വിജയം കൈവരിക്കുമെന്ന് ഉറപ്പുള്ള പ്രാർത്ഥനകളിൽ വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. 5ാമത്തേത് കരുണയുള്ളവരായി ജീവിക്കുക. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിക്കുക. 6ാമത്തേത് നീതിയുടെ ഈശോ പറഞ്ഞ ഏറ്റവും മോട്ടിവേറ്റീവ് ആയ വാക്ക് തെല്ലിസ്തായി എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. 7ാമത്തേത് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ പ്രഖ്യാപനമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ. ഇതാണ് നമുക്ക് ഈ വചനഭാഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ 7 വാക്യങ്ങൾ, യേശുവിന്റെ അന്ത്യമൊഴി, സപ്തവാക്യങ്ങൾ, കുരിശിലെ പ്രസംഗം എന്നൊക്കെ പറയപ്പെടുന്ന ഈ വാക്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഈശോ അവസാനം നമുക്ക് വേണ്ടി മരിക്കും മുമ്പ് നൽകുന്ന ഈ പാഠങ്ങൾ അത്ര കണ്ട് പ്രധാനപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.